അവർ റസൂലിനെ സംരക്ഷിച്ചു പോരുന്ന കുട്ടികൾക്ക് അപകടം തന്നെ ഉണ്ടാവില്ല. ഒരു കാലത്തെങ്കിലും നബി നമ്മളെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിജയിക്കും. അതിനാണ് ഞങ്ങളോട് പറയുന്നത്. അതിപ്പോൾ ഞങ്ങളോട് നിർബന്ധിക്കലോ പറയലോ അല്ല, ഞാനത് അങ്ങനെ ആരോടും പറയാറില്ല. പക്ഷെ ചില സമയത്ത് ഞാൻ പറഞ്ഞു, എപ്പോഴും ഖാലിസ ആയ കൈകളിൽ നമ്മൾ കൈ വെച്ച് പോകണം, എന്നാല് നമ്മൾ രക്ഷപ്പെടും. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതിനെ വലിച്ചു പൊളിച്ച് തിന്നട ഇടങ്ങാറാക്കല്ലേ, അത്ര ഞാൻ പറയാം. ഖാലിസായ കൈകളിൽ കൈവെക്കണം, അവരെ സംരക്ഷിക്കും. എനിക്ക് ഈ സംരക്ഷണം ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പോലും അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ സംരക്ഷണമാണ്. എനിക്കങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളാണ്. അവരെ പോലത്തെ ഒരാളൊന്നും ലോകത്തുണ്ടാവില്ല. അങ്ങനത്തെ ഒരാളൊന്നും ലോകത്തുണ്ടാവില്ല. 1000-ഓളം തസ്നീഫാത്തുകളുണ്ട് അവർക്ക്. എന്താണെന്നാലും വിജ്ഞാനത്തിൻ്റെ ഒരു ബഹറാണ്. ബഹർ എന്ന് പറഞ്ഞാൽ ബഹർ തന്നെ, ബഹർ എന്ന് പറഞ്ഞാൽ ബഹർ തന്നെ. അവരൊരു കിതാബായത്. അവർ സയ്യിദാണെന്ന് മാത്രമല്ല, ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന സയ്യിദന്മാരുടെ നേതാവാണ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ. അവർ ആരുടെ ശിഷ്യനാണ്? കൗലഹ് തങ്ങളുടെ ശിഷ്യനാണ്. അവർ സയ്യിദാണ്. സയ്യിദല്ല കൗലഹിലുണ്ട്. കൗലഹ് തങ്ങൾ സയ്യിദല്ല, ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ സയ്യിദാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരണം എന്തിനെന്നറിയോ? ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖുകളാണ്. ചില സമയം പിടുത്തുണ്ടായ നമ്മൾ എന്തുണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറയാം. അള്ളാഹുവിനെയും റസൂലിനെയും തൃപ്തിപ്പെടുത്തിയ ഒരു ബാപ്പ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു സങ്കല്പിക്കുക. ഒരു ബാപ്പ ഉണ്ടായി, ബാപ്പ മരിച്ചു. ബാപ്പ അള്ളാഹുവിനെ പൊരുത്തത്തിൽ, റസൂലിനെ പൊരുത്തത്തിൽ മാത്രം ജീവിച്ച ഒരു ബാപ്പ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ബാപ്പ മരിച്ചു. ഈ ബാപ്പ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കാനും നിങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾ പിഴച്ചു പോകേണ്ട ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അവിടെ നിങ്ങൾ തിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു സംരക്ഷണമാണ്. അതിന് കാരണം ബാപ്പാന്റെ ബർക്കത്താണ്. സംരക്ഷിച്ചത് റബ്ബ് തന്നെയാണ്, പക്ഷെ അത് ബാപ്പാന്റെ ബർക്കത്താണ്. അതൊരു പിടുത്താണ്. അതല്ല, അവരെ ദുആ ഉണ്ടാവും, ഇന്നെ തൊട്ടോലൊന്നും പേക്കരുത്. മോനെ, ഞാൻ പറയുന്നതിന് ഒക്കെ ഞാനതൊക്കെ അംഗീകരിക്കുകയാണ്. പക്ഷെ ആദ്യം പറഞ്ഞത് അങ്ങനെ ഒരു ഭാഗികമായി ശരിയാണ്, അങ്ങനെ ഫുള്ള് ശരിയല്ല. അങ്ങനെ ശരിയല്ല. എന്നാലും അതൊക്കെ നല്ലത് തന്നെയാണ്. അതെല്ലാം നല്ലതാണ്. ഇപ്പം ഖദരിയത്ത് നല്ലതാണ്, റിഫാഇയത്ത് നല്ലതാണ്, എല്ലാം നല്ല. ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ഇതിലൊന്നും നമ്മൾ നിസ്സാരാക്കണ്ട. എല്ലാം നല്ലത് തന്നെയാണ്. ഓരോന്നും അതത് നല്ലത് തന്നെയാണ്. അതേ സമയത്ത് നമുക്ക് യുക്തമെന്ന് തോന്നിയില്ല, നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് ആ ലിസ്റ്റിൽ നമ്മൾ പെട്ടാലേ നമ്മൾ അവിടെ കയറും. ഇനി അതൊന്നും ഇല്ലാത്ത ഒരാൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടിയാണ് അധ്വാനിച്ചാൽ എത്തന്നെയും പേടിക്കണ്ട. അതെ. പക്ഷെ ഒരു കാര്യമില്ല. എന്തെന്തോ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് എന്താണെന്നറിയോ? അത് ഞാൻ ഉദാഹരണം പറയാം. അപ്പം നിങ്ങൾ ഉദാഹരണം പറയാം. നിങ്ങൾ സ്വലാത്തും ചൊല്ലി ഒരാൾ എന്ത് ചെയ്തു, ഒരാൾ എന്ത് ചെയ്തു എന്നാൽ ബോംബെ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. അയാളെ കയ്യിൽ മറ്റേ ഗൂഗിൾ പേ മാപ്പോ ഗൂഗിൾ മാപ്പോ ഒന്നുമില്ല. ഗൂഗിൾ മാപ്പില്ല, ഒന്നുമില്ല. അയാൾ അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ വരികയാണെങ്കിൽ ചോദിച്ച് വരികയാണ്. ഒരു ഗൂഗിൾ മാപ്പില്ല അയാളുടെ കയ്യിൽ. പിന്നെ അയാൾ കേരളം കണ്ട ഒരാളെ കൂട്ടത്തിൽ കൂടിയിട്ടുമില്ല, ഗൂഗിൾ മാപ്പും ഇല്ല. പിന്നെ ഓരോ കവലിലെത്തിയാൽ ചോദിക്കും കേരളത്തിലേക്ക് വഴിയില്ല, കേരളത്തിലേക്ക് വഴിക്ക്. അങ്ങനെ അപ്പം നിങ്ങൾക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കരുതി കൂട്ടി തെറ്റിക്കാം. ഓനെന്നാൽ തെറ്റിക്കോട്ടെ,
മനസ്സിലായി പറഞ്ഞത്? അല്ലെങ്കിൽ അയാൾ തെറ്റാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അയാൾ തെറ്റാണ് മനസ്സിലാക്കി, കേരളത്തിലേക്ക് വഴി അയാൾ മനസ്സിലാക്കിയ തെറ്റാണ്, അത് നിങ്ങൾക്ക് പകർത്തി തരും. കേരളക്കാരനെയും ആയ വ്യക്തി, ബോംബെയും കേരളവും തമ്മിലുള്ള ബന്ധം നല്ലപോലെ അറിയുന്ന വ്യക്തി, മാർഗം കൃത്യമായി അറിയുന്ന ഒരാളാണെങ്കിൽ പരമാവധി വഴി നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അത് ഗൂഗിൾ മാപ്പ് ആണെങ്കിലും കിട്ടും, ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചാലും കിട്ടും, ഏകദേശം ഈ വ്യക്തിനെ ആശ്രയിച്ചാലും കിട്ടും. മറ്റു നിങ്ങൾക്ക് വലിയ ദോഷം ഉണ്ടാവും, ഒന്ന് സമയം നഷ്ടപ്പെടും. ഈ വഴിയിലോ ഈ വ്യക്തിയിലൂടെ നിങ്ങൾ കേവലം ഒരു 2 ദിവസം കൊണ്ടോ 1 ദിവസം കൊണ്ടോ കേരളത്തിലെത്തുന്നത് നിങ്ങൾ എന്താണെങ്കിലും ചിലപ്പോൾ 2 ആഴ്ച 4 ആഴ്ച കൊണ്ട് കേരളത്തിലെത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വന്നിട്ട് പറയും ചെയ്യും, അതിനിടയ്ക്ക് ഒരു ചങ്ങായി എന്നാണ് സ്വീപ്പാക്കി നേരെ വിശാഖപട്ടണത്തിലേക്ക് വിട്ട്, പിന്നെയാണ് വിവരം കിട്ടുക. അവിടെ എത്തുമ്പോൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോന്നു. മനസ്സിലാണ്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് എല്ലാത്തിലും ഉണ്ട്. നിങ്ങൾ അത് സമയം ചുരുക്കി കിട്ടും. നമ്മൾ നല്ല ഒരാളെ പിടിച്ചാൽ സമയം ചുരുക്കി കിട്ടും. പക്ഷെ ആൾ നല്ല ആളായിരിക്കണം. എൻ്റെ ശേഖന്മാരൊക്കെ നല്ല ആളുകളാണ്, ഒരിക്കലും പിഴക്കൂല, ഇമ്പോസിബിൾ, സംശയിക്കണ്ട. എൻ്റെ ശേഖന്മാർ വലിയ ആളുകളാണ്, അവർ പിഴക്കേല, ഒരിക്കലും പിഴക്കൂല. ഇന്ന് സൂര്യൻ ഉദിച്ചു എന്നത് സത്യമാണെങ്കിൽ എൻ്റെ ശേഖന്മാർ സത്യമാണ്. ഒരാൾ നോക്കി പറഞ്ഞ ആവശ്യമില്ല. അവർ ലോകം കണ്ട പണ്ഡിതന്മാരാണ്. ഏതോ ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന് 60-100ാമത്തെ വയസ്സിൽ ശേഖായി വന്നവരല്ല. അവർ ലോകം കണ്ട ഇന്നത്തെ ആലിമ്യങ്ങളാണ്. ഒരാൾ ആലിമുമാണ് സൂഫിയുമാണെങ്കിൽ അയാളായിരിക്കും ഉത്തമൻ. സൂഫിക്ക് എപ്പോഴും പഴക്കും. ആലിമിനെ ഉള്ളോട്ട് അറിയില്ല, പുറം അറിഞ്ഞാൽ ആലിമായി, ഉള്ളറിഞ്ഞു എന്നെങ്കിൽ സൂഫിയായി. സൂഫിക്ക് പഴക്കും, എന്ത് പുറത്തിനെ കുറിച്ച് അന്തം ഉണ്ടാവില്ല. ആലിമിന് പഴക്കും, ഉള്ളിനെ പറ്റി ഒരന്തം ഉണ്ടാവില്ല. ഇത് രണ്ടൊരാളായാൽ അയാളാണ് കാമിലായ ആൾ. എൻ്റെ മശായിഖന്മാരും മുഴുവനും മാലിക്കി മദ്ഹബുകാരാ. ആ മദ്ഹബിലെ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ മഹാന്മാരാണ് അവരറിയാത്ത ഒരാളുണ്ടാവില്ല. അപ്പൊ ഇന്ന് ഇൽമിന്റെ ലോകത്ത് എൻ്റെ ശേഖനെ അറിയാത്ത ഒരാളില്ല, ഒരാളും ഇല്ല. ഒരു ഖാദിരിയായാലും റിഫായിലിയൻ ചിഷ്ടിയായാലും സൂറവർത്തിയായാലും ഇബ്രാഹിം ഹുസൈനി തങ്ങൾ അറിയാത്ത ഒരു ആലിം ലോകത്തുണ്ടാവില്ല. ഇന്ന് മാലിക്കിയാണ്. മാലിക്കി മദ്ഹബിലെ ഇന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനും അവർ തന്നെയാണ്, നൈജീരിയക്കാരൻ. ഇന്ന് ലോകത്ത് മാലിക്കി മദ്ഹബിലെ വിരലിലെണ്ണാവുന്ന പണ്ഡിതരിൽ ഏറ്റവും മേലക്കണ ഒരാൾ ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളാണ്. മുഫ്തിയാണ്, എത്രയോ നാടുകൾക്ക് മുഫ്തിയാണ്, എത്ര യൂണിവേഴ്സിറ്റികൾക്ക് മുസ്തഷാറാണ്. ഹസനി ഖബീലയാണ്, ഇവര് ഹുസൈനിയാണ്. അഹമ്മദ് ഖാൻ തങ്ങൾ ഹസനിയാണ്, ഇവർ ഹുസൈനിയാണ്. ഇബ്രാഹിം സാലിഹ് ഹുസൈനിയാണ്, ഇവർ ഹുസൈനിയാണ്. അപ്പൊ ഇത് അവർ നിറഞ്ഞ ആളാണ്. രണ്ടുമുണ്ട്. 1000ഓളം തസ്നീഫാത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ അതിലുള്ള ഒരു വിഷയം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരു ഷെയ്ഖിനെ പറ്റി പറഞ്ഞാൽ ആ ഷെയ്ഖ് അയാൾ ആരാണ്, അയാൾ എവിടെയാണ്, ഒക്കെ അന്വേഷിച്ച് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതേ സമയത്ത് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ അറിയാത്ത ഒരു ആലിമാവൂല. അയാൾക്ക് അതിൻ്റെ അർത്ഥം ഇൽമില്ല എന്നല്ല, ലോകത്തെക്കുറിച്ചൊരു നേരിയ വിവരം അയാൾക്കുണ്ടെങ്കിൽ അറിയാം. അതാ ലോകത്തെ വലിയ ആളാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ പണ്ഡിതനാണ് എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ. ഇന്ന് ലോകത്ത് ഇന്ന് 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 ഉമർ ഹഫീദിനെ പോലത്തെ ഇന്ന് ലോകം കണ്ട വലിയ പണ്ഡിതന്മാർ ആ മനുഷ്യന്റെ കാലിന്റെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കേൾക്കണ്ട്? ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ പണ്ഡിതനായ ഉമർ ഹഫീദ് തങ്ങള് ഈ മനുഷ്യന്റെ കാലിന്റെ ചുവട്ടിൽ ഇരിക്കുന്നത്, നിലത്തിരിക്കുന്നത്, കാർപ്പറ്റിൽ താഴെ ഈ മനുഷ്യൻ കസേരയിരിക്കുന്നു. ഈ ഉമർ ഹഫീദ് എന്ന ഇന്ന് ലോകത്തെ അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ പ്രധാനിയായ ഉമർ ഹഫീദ് തങ്ങൾ ഈ മനുഷ്യന്റെ താഴെ കാർപ്പറ്റിൽ ഇരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരാരാ? അപ്പോൾ ഞങ്ങൾ ഏത് കാട്ടിലായിരുന്നോ, എത്ര കൊല്ലം, ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? നിറഞ്ഞ ആലിമാണ്.
മാലിക്കി മദ്ഹബിൽ ഇന്ന് ലോകം കാണപ്പെട്ട പണ്ഡിതന്മാരിൽ വലിയൊരു ആളാണ്, അത്രയും വലിയ ആളാണ്. അവർ ഇബ്രാഹിം നിയാസ് കൗലഹി തങ്ങളെ ഖലീഫയുമാണ്. നമ്മൾ എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ എന്ന് പറഞ്ഞതുപോലെ മുരീദ് മോശവും ശശികന്നായ മതി. ഇത് മുരീദ് നന്നാകാൻ നോക്കുന്നുണ്ട്, പക്ഷെ ശേഖ് നല്ല ആളല്ല. അവിടെ പിന്നെ പുളിയും. കാരണം ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇവന് ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം പിടിച്ചത് പൂതലായ കൊമ്പാണെങ്കിൽ നട്ടുപൊടി തന്നെ ചെയ്യും. അതേ സമയത്ത് ഇവന് ഇനി മേലൊക്കെ കയറാനും വയ്യ, താഴേക്ക് ഇറങ്ങാനും വയ്യ. പക്ഷെ ഒരു കൊമ്പത്തിരുന്നിട്ടുണ്ട്. ആ കൊമ്പ് ആരോഗ്യമുള്ള കൊമ്പാണെങ്കിൽ ഏതെങ്കിലും ഏണി കൊണ്ടുവന്നിട്ടെങ്കിലും ഇറക്കാം, ഒരിക്കലും ഇറക്കാം. മറ്റേ സമയത്ത് എന്തെന്നറിയോ, ഇവൻ നല്ല ആരോഗ്യമുള്ള തന്നെ, പക്ഷെ പിടിച്ചത് ദ്രവിച്ചു പോയ പൂതലായ കൊമ്പിനാണ്. ഓന്റെ നടുവോടി ഞാൻ. അതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നമ്മൾ നല്ലാണ്ടാണ് ഓരോന്നാ മതി. എൻ്റെ നമ്മൾ നാണ്ടാന്നല്ല, നമ്മൾ അവർ നന്നായാലും ഉദാഹരണം ഏത് നബിയുടെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് ഈ ജനങ്ങൾ എത്ര വൃത്തികെട്ടവരായാലും വേണ്ടില്ല, നബിയുടെ മുന്നിലെത്തിയാൽ ഒരു അവറേജ് നന്നായി. അസ്വഹാബിക്കും എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. ബൂസൂരിമാവ് ജീവിക്കുന്ന കാലത്ത് ബൂസൂരിമാവിനേക്കാൾ ലോകമറിയുന്ന ആയിരക്കണക്കിന് മഹാന്മാരുണ്ട്. ഈ ആൾ ലോകത്ത് ജീവിക്കുന്ന കാലത്ത് വേറൊരാൾ ലോകമറിയുന്ന ആളില്ല. തലേന്ന് രാത്രി പിന്നെ അബ്ദുൽ ഹലീം മുഹമ്മദ് സ്വപ്നം കാണുക. എന്ത്? റസൂൽ വന്ന് അസറിലെ പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച സുന്നത്ത് നിസ്കരിച്ചൊരു തൂണുമ്മൽ റസൂൽ ചാരിയിരുന്നു. പിന്നെ റസൂൽ ഖുത്ബോടി. ഇതൊക്കെ അബ്ദുൽ ഹലീം മുഹമ്മദ് സ്വപ്നം കാണുക തലേന്ന് രാത്രി വെള്ളിയാഴ്ച രാവിലെ. അന്നത്തെ അസറിലെ ഷെയ്ഖുൽ അസറാണ് ആര്? ഈ ആള് അബ്ദുൽ ഹലീം മുഹമ്മദ് ഒരു രാത്രി വെള്ളിയാഴ്ച രാത്രി സ്വപ്നം കാണാണ്. റസൂൽ അസ്ഹറിലെ പള്ളിയിൽ വന്നിട്ട് എന്ത് ചെയ്തു? സുന്നത്ത് സ്കെച്ചിന് ഒരു തൂണുമ്മൽ ചാരി കുത്തിരുന്നു. പിന്നെ എല്ലാവരും കൂടി വന്ന് നബിൻ്റെ അടുത്തേക്ക് ഹുത്തുബോധി തരണമെന്നാണോ ഹുത്തുബോധി നിസ്കരിച്ചു. സ്വപ്നം കണ്ടു. പിറ്റേന്ന് ജുമഅക്ക് വരുമ്പോൾ അതേ തൂണുമ്മൽ ഇബ്രാഹിം നിയാസ് കൗലഹി തങ്ങൾ ചാരി കുത്തിരുന്നുണ്ട്. സുന്നത്ത് സ്കെച്ച് അവിടെ ചാരിയിരുന്നു. അപ്പോഴത്തേനും ഒരാളൊന്നും രണ്ടാളൊന്നും ആളുകൾക്ക് വിവരം കിട്ടി കൗലഹി തങ്ങളാണ് വന്നത്. കൗലഹി തങ്ങൾ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര മഷൂറ, അത്രയും വലിയ പണ്ഡിതനാണ് ആര്? കൗലഹി. അങ്ങനെ എല്ലാവരും നിർബന്ധിച്ചിട്ട് ഖുത്ബോദാണ് നടന്നത്. ഖുത്ബോദി നിസ്കരിച്ചു. അപ്പോൾ അസറിലെ പണ്ഡിതന്മാർ കൂടി അവർക്ക് ഷെയ്ഖുൽ ഇസ്ലാം എന്ന പദവി കൊടുത്തു. അസറിലെ പണ്ഡിതന്മാർ പ്രസംഗിച്ചു, ഈ ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇസ്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ പറയില്ല, ഇവിടെ ഇസ്ലാം ഉണ്ട് തന്നെ പറയുള്ളൂ. അതാണ് കൗലഹി തങ്ങൾ. ആ ആളാണ് ഇയാൾ. എന്താണ്? അൽഹംദുലില്ലാഹ്. കൗലഹി തങ്ങൾ എൻ്റെ വലിയ വാപ്പയാണ്. എൻ്റെ വാപ്പ ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളാണ്. അവരെ വാപ്പയാണ് കൗലഹി തങ്ങൾ. എനിക്കൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഇബ്രാഹിം സാലിഹ് ഹുസൈൻ തങ്ങളെ കൈ പിടിച്ചതാണ്. അതിനേക്കാളും വലിയൊരാള് ഇപ്പോൾ ഭൂമിയിലുള്ളത് എൻ്റെ അറിവിലില്ല. 1000ഓളം കിതാബുണ്ട് അവർക്ക്. 1000ഓളം കിതാബ്. എൻ്റെ ഷെയ്ഖ്. അതിനേക്കാൾ വലിയൊരാള് ഈ ലോകത്തുള്ളത് എൻ്റെ അറിവിലില്ല. അതുകൊണ്ടാണ് ഞാനൊരാളെയും കാണാൻ പോകാത്തത്. ഞാനയാളെ കാണാൻ പോകുകയാണെങ്കിൽ തന്നെ മറ്റുള്ളവർക്കൊരു കാര്യം ഉണ്ടെങ്കിൽ ഇന്ന് പോയി പോരും, അത്രയേ ഉള്ളൂ. ഒരു ചികിത്സാരി ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങി പോയി നോക്കും. എന്തിന്? രാവിലെ വൈകുന്നേരം എൻ്റെ അടുത്ത് ആള് വരുന്നത് ഈ ഒരു കാര്യം. ഉസ്താദെ, കുട്ടി നേരം മുഴുക്കുന്ന നേരം ഉറങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ നേരം മുഴുക്കം അങ്ങോട്ട് പോരുമ്പോൾ ഒരാൾ വിളിച്ചു. അപ്പം അതിനെ പറ്റി ഞാൻ ചികിത്സാരിയല്ല. ചികിത്സാരി ഒരു ഒറിജിനൽ ചികിത്സാരിനെ കാണാനേ ഞാൻ പോകുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകൽ എനിക്ക് ഹറാമാണ്. എന്തുകൊണ്ട്? ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും മഹാനാണ് എൻ്റെ ഷെയ്ഖ്. അതിൻ്റെ അപ്പുറം പറയും ഭൂഗോളത്തിൽ ഒരാൾക്ക് കഴിയില്ല.
അപ്പുറത്തേക്ക് ഒരാൾ എന്നെ വിളിച്ചാൽ ഓൻ അന്തല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓനെ അള്ളാഹു തആല ഉൾക്കണ്ണ് കൊടുത്തിട്ടില്ല എന്നാണ്. ഞാൻ എൻ്റെ നാട്ടിലെ രാവിലെ പപ്പട്ട് നിങ്ങളൊന്ന് വന്ന് നോക്കിയെന്ന് പലരിനോട് പറയാറുണ്ട്. ഞാൻ പോകില്ല. അപ്പോൾ ഓര് വിചാരിക്കണം ഇയാൾ ധിക്കാരിയാണെന്നാണ്. അല്ല, എനിക്കത് ഹറാമാണ്. എന്തുകൊണ്ട്? ഞാൻ അങ്ങനത്തെ വലിയൊരാളെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ ആളെക്കാളും വലിയ ഒരാൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് തെളിയിച്ചാൽ എൻ്റെ ചെവി ഞാൻ അരിഞ്ഞില്ല. ഷിർക്കൻ ഓർബൻ, യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ എൻ്റെ ക്യാരറ്റുകൾ പരിശോധിക്കരുതെന്ന് പറയുന്നത്. എൻ്റെ അല്പത്തരല്ല, എൻ്റെ വാപ്പാൻ്റെ അല്പത്തരാണ്. അത് നിങ്ങൾ ചിന്തിക്കണം. അന്തം ഇല്ലാത്തവർ പലരും പലതും വന്ന് പറയും. ഞാൻ ഒരു രൗലിയാനെയും കാണാൻ പോകില്ല, ഒരു രൗലിയാനെയും കാണാൻ പോകില്ല. എന്തുകൊണ്ട്? ഞാൻ കൈവച്ച എൻ്റെ വാപ്പാനെക്കാളും വലിയ ഒരാൾ ഈ 800 കോടി മനുഷ്യരെ ഞാൻ വെല്ലുവിളിക്കാണ്. അതിനേക്കാളും വലിയ ഒരാളെ പേര് പറയുന്നു. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന വലിയ വലിയ ലോകം കണ്ട സുന്നത്യമായത്തിൻ്റെ ആലിമീങ്ങൾ എൻ്റെ ബാപ്പാൻ്റെ കാലിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഹബീബ് അലി ജിഫ്രി അടക്കം. ഹബീബ് അലി ജിഫ്രി ആണല്ലോ ഇന്നൊരു വലിയ സുന്നത്യമായത്തിൻ്റെ ഒരു സ്കോളർ. അദ്ദേഹം ഈ മനുഷ്യൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാലിൻ്റെ ചുവട്ടിൽ ആ മനുഷ്യൻ കസേരയിൽ ഇരിക്കവേ ഹബീബ് അലി ജിഫ്രി കാലിൻ്റെ, ഉമർ ഹഫീൽ കാലിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഉമർ ഹഫീൽ. അപ്പോൾ വളരെ ചിന്തിക്കണം. എൻ്റെ തെറ്റൂലേ, എൻ്റെ തെറ്റു. ഞാൻ നാടനല്ലേ, പക്ഷെ എൻ്റെ ബാപ്പ നാടനല്ല. എൻ്റെ ബാപ്പ നാടനല്ല, എൻ്റെ ബാപ്പ നാടനല്ല, ഞാൻ നാടനാണ്. അപ്പം എൻ്റെ പലത്തും പറ്റും, ബാപ്പാനെ തെറ്റില്ല. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. മുരീദ് മോശാക, ആരും മോശമല്ല, ഷേഖ് മോശമല്ല. യാതൊരു ഞാൻ ഈ ലോകത്തിനെ വെല്ലുവിളിക്കുകയാണ്. എൻ്റെ വാപ്പാനെക്കാളൊരു മാനങ്ങൾ തെളിയിക്കി. എൻ്റെ റൂഹിൻ്റെ വാപ്പ, അല്ലാതെ മൂത്തടുത്ത് മനുഷ്യർക്ക് വാപ്പല്ല. ആള് നല്ല മനുഷ്യനെ, അതുകൊണ്ടാണ് ഞങ്ങളുടെ എത്തിയത്. എൻ്റെ റൂഹിൻ്റെ വാപ്പാനെക്കാളും വലിയ ഒരാളെ നിങ്ങൾ ഈ ഭൂഗോളത്തിൽ തെളിയിക്കി. കണ്ടാൻ സാധ്യമല്ല, ഉണ്ടാകുകയില്ല. ISIS വന്നപ്പോൾ ആദ്യമായി അവർ ISISന്റെ ഖിലാഫത്ത് വന്നു. മറ്റേ അബൂബക്കർ ബഗ്ദാദി, ഇയാൾ തട്ടിപ്പാണെന്ന് ഭൂലോകത്ത് ആദ്യമായി പറഞ്ഞത് എൻ്റെ ബാപ്പ ഇബ്രാഹിം സാലിഹ് ഹുസൈനിയാണ്. പിന്നെ ലോകാകെ പറഞ്ഞ്. ഇതൊക്കെ സത്യമാണ്. അതിനെപ്പറ്റി അന്ന് 2015-ലോ 2014-ലോ ദുബായിൽ പണ്ഡിതന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ദുബായ് രാജാവ്, അബുദാബിയിലെ ദുബായ് രാജാവ് ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ നാട്ടുകാരൻ, അപ്പം നാട്ടിലെ ഖാദി ഒപ്പിട്ടിട്ടുണ്ട്. 120 ചില്ലാനം ലോക പണ്ഡിതന്മാർ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ ആ നാട്ടിലത്തെ ഖാദിയും രാജാവും കഴിഞ്ഞാൽ 3ാമത്തെ ഒപ്പ് എൻ്റെ വാപ്പാൻ്റെ. ലോകത്തെ പണ്ഡിതന്മാർ നിലനിൽക്കവേ എൻ്റെ വാപ്പാൻ്റെ 3ാമത്തെ ഒപ്പ്. ഇതൊക്കെ സത്യ. അപ്പൊ ഇത് ഞാൻ പറയുന്നതിന് ഇത് നിങ്ങൾക്ക് വളരെ ചിന്തിക്കണം. അള്ളാന്റെ ഒരു തൗഫീഖാണ്. അവരുടെ വാപ്പയാണ് ഇവർ. മനസ്സിലായില്ല? ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളുടെ ഷെയ്ഖാണ് ആര്? കൗലഹി തങ്ങൾ. അവരാണ് എഴുതുന്നത്. ഇങ്ങനത്തെ ഒരു വലിയ ബുർദയെ കാണാൻ കഴിയില്ല. അത് അത്ര വരിക 3300 ചിലാണ് വരിക. ബുർദ മോശമെന്ന് പറഞ്ഞ അർത്ഥമല്ല, ബുർദ വലിയ തന്നെ. പക്ഷേ ബുർദക്കാരൻ ബുർദ കൊണ്ട് മഹാനായതാണെങ്കിൽ ഈ മഹാൻ 1900 ജനിച്ചു, 1975 വഫാത്തായി. ലോക പണ്ഡിതന്മാർ ആ മഹാനെ ഷെയ്ഖുൽ ഇസ്ലാം എന്നാ വിളിച്ച്. സാഹിബുൽ ഫൈദാൻ. ഒഴുകീന് കണക്കില്ല, ഒഴുകീന് കയ്യും കണക്കുമില്ല, ഒഴുകും കണക്കുമില്ല. ഖൗലഖിൽ പള്ളി ഉണ്ടാക്കിയപ്പോൾ രാജാവ് പറഞ്ഞു, സൗദി രാജാവ് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിത്തരാം. വേണ്ട. എന്നിട്ട് എന്ത് ചെയ്തു? സാധുക്കളായ മനുഷ്യന്മാരെ കയ്യിൽ നിന്ന് നെക്കിപ്പിഴിഞ്ഞ് പൈസ വാങ്ങി.